പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടും ഗർഭിണി അല്ലാണ്ടിരിക്കും. പലപ്പോഴും പല പേഷ്യൻസിനും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ അതിൽ 2 ലൈൻ വന്നു. അവരെ സംബന്ധിച്ചുള്ള 2 ലൈൻ വരുമ്പോൾ അത് പോസിറ്റീവാണ്. പക്ഷേ പലപ്പോഴും അത് ശരിയാവണമെന്നില്ല. കാരണം നമ്മുടെ ഈ പ്രഗ്നൻസി കാർഡ് കിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 3 തുള്ളി യൂറിൻ അതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ലൈൻ ഉണ്ട്, ഒരു കൺട്രോൾ ലൈൻ ഉണ്ട്. ഈ കൺട്രോൾ ലൈൻ പെട്ടെന്ന് ഒരു ലൈനും തെളിയും. ടെസ്റ്റ് ലൈനിലാണ് നമുക്ക് രണ്ടാമത്തെ പോസിറ്റീവ് ആണെങ്കിൽ വരെ തെളിയേണ്ടത്. അത് ചിലപ്പോൾ ഇച്ചിരി കാർഡ് പ്രോപ്പർലി ഒന്നും സെക്യൂർഡ് അല്ലാത്ത കാർഡാണെങ്കിൽ സംതിങ് കോൾഡ് സ്മിയറിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കൺട്രോൾ ലൈനിലുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്തെ ടെസ്റ്റ് ലൈനിലോട്ട് വന്നിരുന്നാൽ നമുക്കൊരു ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ള 2 ലൈൻ തെളിഞ്ഞിരിക്കും. നമ്മൾ യൂറിൻ ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ റീഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ നോക്കി 3 മിനിറ്റിനുള്ളിൽ നോക്കിയപ്പോൾ നെഗറ്റീവാണ്, അവരുടെ ചോദിച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ അയ്യോ 2 ലൈൻ ഞാൻ പോസിറ്റീവ് ആണല്ലോ. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അതുകൊണ്ട് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഫോൾസ് പോസിറ്റീവ് ആവാനുള്ള സാധ്യത എപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു നോർമൽ ഗർഭം ആവുന്നെന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, ഇപ്പം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് ബീറ്റ-എസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ആ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് രക്തപരിശോധനയിലൂടെ അറിയാം. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റ് ഡൗട്ട് തോന്നുവാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും.